ഹായ്, എന്താ പാട്? സുഖല്ലേ? സുജാ പാർവതിയുടെ ഒരു വീഡിയോ ഉണ്ടോ നിങ്ങളെ? അവൾ ആകെ കറുത്ത് ആകെപ്പാടെ എന്തൊക്കെയോ ഒരു കോലമായിട്ടുണ്ട്. അത് മുഴുവൻ ട്രോളാണ് ഇപ്പോ. എവിടെ നോക്കിയാലും പിന്നെ പറക്കും തളികീത്തെ മറ്റേ വാസന്തിയും സുജാ പാർവതിയും നിൽക്കുന്ന മറ്റേ രണ്ട് ഫോട്ടോ ആണ്. റിപ്പോർട്ട് ചാനലിൽ നിന്ന് വരുന്നത് വരെ സുജാ പാർവതിനെ കാണാൻ എന്തോ ഒരു മൊഞ്ചായിരുന്നു. പക്ഷെ റിപ്പോർട്ട് ചാനലിൽ നിന്ന് വന്നതോടുകൂടെ പിന്നെ സുജാ പാർവതി ആകെ മോശമായി. എന്ത് പറ്റി, ഇങ്ങനെയല്ലല്ലോ ഞങ്ങളെ സുജാ പാർവതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരം ട്രോളുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എനിക്കിത് ട്രോളാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ഈ വീഡിയോ വിട്ടെന്നു. ഞാൻ അവരോട് പറഞ്ഞത് എന്താ അറിയോ, ഞാനിത് ചെയ്യുന്നില്ല എന്നാ. അപ്പൊ അതിന്റെ റീസൺ ഞാൻ പ്രത്യേകിച്ച് അവരോടൊന്നും പറഞ്ഞില്ല. ഇനി അങ്ങനെ പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഒന്ന് പറയുന്നത്. ഇത് ഞാൻ ചെയ്യാതിരിക്കാനുള്ള മെയിൻ കാരണം എന്താ അറിയോ, ഈ സുജാ പാർവതി ഇല്ലേ നല്ല ഒരു നടി കൂടിയാണ്. അതെങ്ങനെ മനസ്സിലായെന്നുള്ളതല്ലേ. സുജാ പാർവതി ഈ ബിഗ് TV പറഞ്ഞിട്ട് പുതിയ ചാനൽ തുടങ്ങിക്കണു, കണ്ടില്ലേ നിങ്ങളെ? അപ്പോ ആ ചാനലിന്റെ ഫസ്റ്റ് ദിവസം തന്നെ പിന്നെ ഈ റിപ്പോർട്ട് ചാനലിൽ സുജാ പാർവതിക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് എന്താ അറിയോ, അരുണുമായിട്ട് എപ്പോഴും തല്ലുകൂടുക. എപ്പോഴും ഒരു സംഘിച്ചായ്വ് ആയി നിന്ന് സംസാരിക്കുക. അപ്പൊ അരുൺ അതിനെതിരെ ഇതാക്കും, എന്നിട്ട് ഉത്തരം മുട്ടിക്കുക, എന്നിട്ടും തോറ്റു കൊടുക്കാതിരിക്കുക. ഇതേമാതിരിയുള്ള പ്രശ്നങ്ങളാണ് ഈ റിപ്പോർട്ട് ചാനലിനെ ഇത്രയും ക്ലിക്കാക്കിയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുജാ പാർവതിക്ക് നല്ലൊരു ഓഫർ ഇപ്പുറത്ത് കിട്ടുന്നത്. ഈ ബിഗ് TVയിലെ. അപ്പൊ എന്ത് ചെയ്തു, എന്നാ ശരി അതാണ് കലക്ക എന്ന് വിചാരിച്ചിട്ട് സുജാ പാർവതി നേരെ മറ്റേ പെട്ടിയും പ്രമാണം എടുത്തിട്ട് ഈ ബിഗ് TVക്ക് ഇങ്ങോട്ട് പോരുകയാണ്. അങ്ങനെ ബിഗ് TV മറ്റേ ഒക്കെ സ്വന്തമായിട്ട് തുടങ്ങുകയാണ് എന്നുള്ളതൊക്കെ വെറ്റി തീർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും ആയി. അങ്ങനെ എന്ത് ചെയ്തു, ഫസ്റ്റ് ഷോ തുടങ്ങുകയാണ്. ചാനല് ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ ഒരടി ഉണ്ടാക്കാനുള്ള ലക്ഷണമൊക്കെ ആയിട്ട് എന്റെ ചാനൽ ശ്രദ്ധിക്കപ്പെടണല്ലോ. അപ്പൊ എന്തായി, ഈ റിപ്പോർട്ട് ചാനലിന് ഇവളുടെ കൂടെ ഈ സുജാ പാർവതിയുടെ കൂടെ വന്നത് 2 സംഘികളാണ്. 2-3 സംഘികൾ തന്നെ വന്നിക്കണേ. പിന്നെ ഇവളും ഒരു സംഘിണിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്നിട്ട് ഇപ്പൊ പേര് പറയണ എന്താ, നേരും നെറിയും. ഞങ്ങൾക്ക് ഇത്രയും നേരും നെറിയും ഉണ്ടെന്നുള്ളത് ഞങ്ങൾ പോലും ഇപ്പോഴും അറിയില്ലെന്നൊക്കെയാ ഓല് പറയണത്. കോടതിയിൽ നിന്ന് പോലും കിട്ടാത്ത നീതി ഇവലെ ചാനലിൽ നമ്മളൊന്നും കണ്ട അവിടുന്ന് കിട്ടും. അത്രയൊക്കെ വലിയ നീതി മറ്റേ വെറുതെ കൊടുക്കുന്ന ആൾക്കാരാ ഇവരൊക്കെ. അതെന്തെങ്കിലും ആവട്ടെ. അങ്ങനെ എന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തു, ഫസ്റ്റ് സീസൺ തന്നെ ചാനലിന്റെ അന്ന് ഇവര് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ തർക്കമായി. സുജാ പാർവതി അലോക്ക് ഇങ്ങോട്ട് കയറി, അരുണിന്റെ മാതിരി മറ്റേ അരുണിനോട് തർക്കിക്കണ മാതിരി അങ്ങോട്ട് കേറി പോവുക. അപ്പോ ഈ കേറി പോകുമ്പോ ഈ സുജാ പാർവതിയുടെ എരുത്ത് നിൽക്കുന്ന ആരാണ്, നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ തന്നെ ന്യൂസ് വായിച്ചിരുന്ന വേറൊരു സംഘിക്കുട്ടനാണ്. അപ്പൊ എന്ത് ചെയ്തു, ഈ സംഘിക്കുട്ടനോട് ഭയങ്കര തർക്ക അവള്. സുജാ പാർവതി ഭയങ്കര തർക്ക. അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നങ്ങോട്ട് ഷോ ഹൈലൈറ്റിൽ ഒന്നും കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഭയങ്കര തർക്ക. ഇവനാണെങ്കിലോ ഇരുത്തം. ആ ഫ്രണ്ട്സ് സിനിമയിലും ജയറാം ഇരിക്കൂലേ അരവിന്ദനായിട്ട്, അരവിന്ദ നീ ഒന്ന് ഉണരു പറഞ്ഞിട്ട് എവിടെ ഉണരുന്നു, അത് പാളി. അതുകൊണ്ട് ഓള് തർക്കിച്ച് ഓൾക്ക് മനസ്സിലായി ഇവനെ ഇതിന് പറ്റൂല. കാരണം ഇവനോട് എന്ത് പറഞ്ഞാലും നാട്ടിട്ടും കൊണ്ട് ഇരിക്കുകയാണ് എന്നുള്ളത്. ഓ തിരിച്ച് വാദിക്കണില്ല, തർക്കിക്കണില്ല എന്നുള്ളത്. അന്നത്തെ ദിവസം ചാനലിന്റെ കാര്യം ആരും അറിയപ്പെട്ടില്ല. അതെന്താ വെച്ചാ ഓള് ഉദ്ദേശിച്ച മാതിരി കാര്യങ്ങൾ നടന്നില്ല. പിന്നെ ഇവള് കുറെ കാട്ടിക്കൂട്ടി, അതും നടന്നില്ല. അവസാനം ഇവള് എടുത്തൊരു പരിപാടി എന്താ അറിയോ, ഇവള് മേക്കപ്പ് ഇടാതെ അങ്ങോട്ട് പോയി. അത് മലയാളികൾക്ക് എന്തെങ്കിലും മറ്റേ എന്താ പറയാ ബോഡി ഷെയിം ചെയ്യാൻ കിട്ടിയ ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാഴാക്കൂലല്ലോ. അതുകൊണ്ട് എന്തായി, മലയാളികൾ വിചാരിച്ചു ഇത്രയും കാലം ഇങ്ങനെ റിപ്പോർട്ട് ചാനൽ ഇത്രയും സുന്ദരിയായി നിന്നീന്ന ഇവള് ഇങ്ങനെ ഒരു ന്യൂസ് വായിക്കാൻ പോയ സമയത്ത് അറിയാതെ അങ്ങോട്ട് കറുത്തു എന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്തു, ലൈവാണ് കേട്ടോ. ആ ലൈവിൽ പലതരം കമന്റുകൾ വന്നു. അപ്പൊ അവള് പറയാണ്, നിങ്ങൾ എന്റെ മറ്റേ സ്കിൻ ടൂണിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞത് ഞാൻ അറിഞ്ഞു, എന്റെ സ്കിൻ ടൂൺ എങ്ങനെയാണെന്നുള്ളത് പിടുത്തം കിട്ടിയിട്ടില്ല എന്റെ മേക്കപ്പ് മാൻക്ക്. അതുകൊണ്ട് പിന്നെ ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അതൊക്കെ പരിഹരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, ഇവള് പറഞ്ഞു മേക്കപ്പ് ഇട്ട ആൾക്ക് ഇത്ര പിടുത്തം കിട്ടിയിട്ടില്ല എന്നൊക്കെ. അപ്പൊ ഇവള് സ്ഥിരമായിട്ട് മേക്കപ്പ് ഇടുന്ന ഒരാളുണ്ട്, ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ എന്ത് ചെയ്തു, പിന്നെ എനിക്കത് കോട്ടം തട്ടാൻ പാടില്ല, ഇവർക്ക് റീച്ച് വേണേനും, എന്നാ ഇത്രയും കാലം ഇട്ടീന്ന് ഞാനാണ് ഇതും ചെയ്തെന്നുള്ളത് ആരും തെറ്റിദ്ധരിക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അവളെ എന്ത് ചെയ്തു, ഒന്ന് വാഴ്ത്തി പാടണല്ലോ. അപ്പൊ എന്ത് ചെയ്തു, ഓള് സുജാ പാർവതി അവൾക്കൊരു മെസ്സേജ് ഇട്ടിക്കണു. ഞാന് പറഞ്ഞത് പിന്നെ അന്ന് നീ അല്ല എനിക്ക് മേക്കപ്പ് ഇട്ടെന്നുള്ളത്. അത് നിങ്ങൾ ആര് ചോദിച്ചാലും നീ പറഞ്ഞോ, നീ അല്ല മേക്കപ്പ് ഇട്ടെന്ന് പറഞ്ഞിട്ട് ഒരു വോയിസും കൊടുത്തു. ഈ വോയിസ് ഇവള് ഭംഗിയായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ ഇവളെ ഭാഗം സേഫായി. സാധാരണ മേക്കപ്പ് ഇടുന്ന ആളല്ല മേക്കപ്പ് ഇട്ടിക്കണ്, അതുകൊണ്ട് പറ്റിപ്പോയതാണ് എന്നുള്ളത്. ഇന്നാ പുതിയ മേക്കപ്പ് മാൻ ആരാണെന്നുള്ളത് സുജാ പാർവതി പറയാൻ തയ്യാറുമല്ല. കാരണം എന്താ, അത് അവരെ ചെറുതാക്കുന്നത് പോലെയല്ലേ. അപ്പോ എന്തായാലും പറ്റിപ്പോയില്ലേ, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മനുഷ്യനല്ലേ എന്നൊക്കെ.
ഇവളെന്നെ കാസർഗോഡ് ക്രീമിനെ കുറിച്ചിട്ടും മറ്റേ ഫേസ്ലിങ്ങിന്റെ ക്രീമിനെ കുറിച്ചിട്ടും ഈ സുജാ പാർവതി ഇരുന്ന റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ട്രോൾ ചെയ്യുന്നത് എങ്ങനെയാ അറിയോ? അത്തരത്തിലുള്ള ഒരാള് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി എന്നുള്ളത് ചോറ് തിന്നുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയൂല. അതിന്റെ മെയിൻ റീസൺ എന്താ വെച്ചാ ഇതന്നെ, പബ്ലിസിറ്റി, റീച്ച്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഇമേജിനും പ്രശസ്തി ഇല്ല. മാർഗം എന്തോ ആവട്ടെ, ലക്ഷ്യമാണ് ഉന്നെന്ന് പറയില്ലേ, ആ ലക്ഷ്യം തന്നെ അവര് പിടിച്ചത്. നന്നായിട്ടാണ് വൈറലായി. അതുകൊണ്ട് എന്തായി, ചാനലും ആണ് ക്ലിക്കായി എന്നുള്ളത്. പക്ഷെ ചാനൽ ക്ലിക്കായിട്ടൊന്നുമില്ല. കാരണം എന്താ അറിയോ, ഈ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വന്നിക്കുന്നത് 2-3 സംഖ്യകളാ. അതിന്റെ കൂടെ ഈ സംഘിണി, അതായത് ഒരു ചാനൽ ചർച്ചയിൽ പോലും ഇരുന്നിട്ടും മുസ്ലിം വിരോധത കാണിക്കുന്ന ഒരാളാണ് ഈ സുജാ പാർവതി. എന്തിന്റെയൊക്കെ പേരിൽ, എന്തിന്റെയൊക്കെ റീച്ചിന്റെ പേരിലാണെങ്കിൽ ശരി, ആള് വക്ക സംഖ്യയാണ്. മുസ്ലിങ്ങളോട് അത്ര താല്പര്യമല്ല. എന്നിട്ട് ഇപ്പോൾ വന്നിരുന്നിട്ട് പറയാ, ഇടതിനല്ല വലതിനല്ല, സെന്ററിനല്ല തൂണിനല്ല, ഞങ്ങൾ നേരിന്റെ വഴിക്കാണ്. ബലെ നേരിന്റെ വഴിക്ക് ഒരു 3-4 സംഖ്യകൾ കൂടിയാ എന്ത് നേരും നേറി? ഒന്ന് ആലോചിച്ച് നോക്കാം. ഇവലൊക്കെ നടക്കണ വജ്ജില് ഏതെങ്കിലും കാലത്ത് വല്ല നേരും നേറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇവലെ കണ്ട ഇറങ്ങി ഓടും. കാരണം ഇവലെ നേരും നേറി നമുക്ക് അറിയാവുന്നതല്ലേ. എന്നിട്ട് സുജാ പാർവതി എന്ത് ചെയ്തു, ഒരു ഷോ വെച്ചു. ആ ഷോയില് ഓരോരുത്തരെ കൊണ്ട് ഓരോന്ന് ചോദിപ്പിക്കുകയാണ്. ഇതൊക്കെ എന്താ പറയാ, മെനു ആണ്. ഹോട്ടലിൽ ചെന്നിട്ട് മെനു കാർഡ് തരുന്നമാരുള്ള ചോദ്യ ഉത്തരവാണ്. എങ്കിൽ കൂടി അതൊന്ന് കേൾക്കണം. TV തുറന്ന ഫസ്റ്റ് വരെ റിപ്പോർട്ടർ ചാനലാണ്. അത് കഴിഞ്ഞ വരും ഏഷ്യാനെറ്റോ സംതിങ്, അങ്ങനെ എന്തെങ്കിലും ഈ വാർത്താ ചാനലാണ് ഇത് ഫസ്റ്റ് വെച്ചാ വരുന്നത്. TV ഓൺ ചെയ്ത ചാനൽ ആദ്യം വരുന്നതിനെയാണ് നമ്മൾ ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത്. അത് കാശ് കൊടുത്ത് വാങ്ങുന്നതാണ്. കാശ് കൊടുത്താൽ ഏത് ന്യൂസ് ചാനലും ലാൻഡിംഗ് പേജ് സ്വന്തമാക്കാം. ബിഗ് TV അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങൾ ഞങ്ങളെ തേടി വരണം. ഞങ്ങൾ ഉള്ള പോയിന്റിൽ അവിടേക്ക് നിങ്ങൾ, അതായത് മറ്റേ റിപ്പോർട്ട് ചാനലിലും മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്തു, ഈ ലാൻഡിംഗ് പേജ് എടുത്തിക്കാണ്. എങ്ങനെ, കാശ് കൊടുത്തിട്ട്. പക്ഷെ ബിഗ് TV ഒരിക്കലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങൾ പോലെ തെരഞ്ഞു വരണത്തിന്. ജനങ്ങൾക്ക് മുഴുവൻ ബലി കായ് കൊടുക്കാണ്ടല്ലോ ഇവലെ തെരഞ്ഞു വരാന്. ഇവലൊക്കെ ഏതുവരെ നേരും നെറിയും കൊണ്ട് പോകുന്ന അറിയാലോ. എന്തായാലും ബാക്കി കേൾക്കാം. റിമോട്ടിൽ 22, 30, 40 ആവട്ടെ, നിങ്ങൾ ഞങ്ങളെ തേടി വരുന്ന വാർത്ത ഞങ്ങൾ നൽകും. അങ്ങനെ നിങ്ങൾ ഞങ്ങളെ തേടി വരും. അല്ലാതെ ലാൻഡിംഗ് പേജ് വെച്ചുകൊണ്ടുള്ള ഒരഭ്യാസവും ബിഗ് TV നടത്താൻ പോകുന്നില്ല. അത് കച്ചവടമാണ്. ജനങ്ങളിലേക്കുള്ള യഥാർത്ഥ ഇറങ്ങിച്ചെല്ലല്ല. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾ വാർത്ത മനസ്സിലാക്കി ജനങ്ങളുടെ ചാനലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളിലേക്ക് വരണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും അങ്ങോട്ട് മറിച്ച് തന്നെ ആലോചിക്കണം. അതൊക്കെ കച്ചവടമാണ്, അതൊക്കെ മാർക്കറ്റിംഗ് ആണ്. ഇവരൊക്കെ പിന്നെ ജനങ്ങളെ സേവിക്കാനും ജനങ്ങളെ നന്നാക്കാനും വേണ്ടിയിട്ടാണല്ലോ ഇതിനിറങ്ങിയിരിക്കണേ, അല്ലെ? പൊന്നാര സുജാ പാർവതി, എന്നോടൊരു കാര്യം പറയട്ടെ. എന്ന് സംഘിണിയായി, എന്ന് ഈ ഒരു ടേസ്റ്റിൽ നിന്ന് പോയി, അന്ന് ജനങ്ങൾ വെറുത്തിരുന്നു. അതുവരെയൊക്കെ നിന്നെ കണ്ടിരുന്നത് എങ്ങനെയാ അറിയോ, ഓരോരുത്തരെ കുടുംബത്തിലുള്ള ഒരു അംഗമായിട്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആളുകളെ നമ്മൾ സ്ഥിരം മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ആ ഒരു കാറ്റഗറിയിൽ നിന്ന് ഈ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ സ്വഭാവ ഗുണം കൊണ്ട് മാത്രമാണ്. നീ ഈ സംഘിണി എന്നുള്ള പേര് ഏറ്റുവാങ്ങിയത് കൊണ്ട് മാത്രമാണ് ജനങ്ങൾ ഇപ്പോ നിന്നെ എത്ര വലിയ ട്രോളാക്കുന്നത്. എന്തായാലും നിന്റെ തൊലിക്കെട്ട് ഞാൻ സമ്മതിച്ചു കൊണ്ടോ, അത് മറ്റൊന്നും കൊണ്ടല്ല. ഈ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ നീ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുത്തില്ലേ. 10 ലക്ഷം കൊടുത്താൽ പോലും ഇത്ര വലിയ പബ്ലിസിറ്റി കിട്ടൂലല്ലോ. അങ്ങനത്തെ ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കി കുണിച്ചെങ്കില് അന്റെ ബ്രെയിന് ഒരു സംഗീത ബ്രെയിൻ അല്ല. അക്കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു തന്നെ. ഓക്കെ, എന്നാ ശരി, ബൈ.